ഈ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഫോർ എ ഹെഡ് ഓൺ കൊളീഷൻ ഓഫ് ടു ഡ്യൂട്രോൺസ്. പൊട്ടൻഷ്യൽ ബാരിയർ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ആ പൊട്ടൻഷ്യൽ ബാരിയർ അവിടുന്ന് പോകണം. അതായത് രണ്ട് ന്യൂക്ലിയസ്, ഏതെങ്കിലും രണ്ട് ന്യൂക്ലിയസ് ആയിക്കോട്ടെ, അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണല്ലോ. ഇവ തമ്മിൽ ഫ്യൂഷൻ നടക്കണം. ഇവ തമ്മിൽ ജോയിൻ്റ് ആവണമെങ്കിൽ ഇനീഷ്യലി നല്ലൊരു എനർജി അതിന് വേണം. കാരണം ഇവ തമ്മിലൊരു ഓൾറെഡി ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളതാണ്, ലൈക്ക് ചാർജ് റിപ്പൽ. ഇപ്പോൾ രണ്ട് ന്യൂക്ലിയസ് ജോയിൻ്റ് ആവണമെങ്കിൽ ആ രണ്ടിനും നല്ലൊരു എനർജി നമ്മൾ കൊടുക്കണം ഇനീഷ്യലി. അത് പൊട്ടൻഷ്യൽ ബാരിയർ, ഇവ തമ്മിൽ എന്താണോ പൊട്ടൻഷ്യൽ എനർജി അത്രയും തന്നെ എനർജി നമ്മൾ കൊടുത്താൽ മാത്രമേ ഇവ തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇവ തമ്മിലൊരു ഓൾറെഡി ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇനീഷ്യലി ഇത് രണ്ടിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത്രയും തന്നെ എനർജി നമ്മൾ കൊടുത്താൽ മാത്രമേ അവ തമ്മിൽ ഫ്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഫോർ എ ഹെഡ് ഓൺ കൊളീഷൻ ഓഫ് ടു ഡ്യൂട്രോൺസ്. ദ ഹൈറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. The height of the potential barrier is given by the Coulomb's repulsion between the two neutrons when they just touch each other. Assume that they can be taken as the hard spheres of radius 2 femtometer. അല്ലേ? അതായത് ഇനീഷ്യലി നമ്മൾ ഡ്യൂട്രോൺസ് ഇങ്ങനെയാണുള്ളത്, ജസ്റ്റ് കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്, ഫ്യൂഷൻ നടന്നിട്ടില്ല അല്ലേ, ഇവ തമ്മിൽ ഫ്യൂഷൻ നടന്നിട്ടില്ല. അതായത് ഫ്യൂഷൻ നടന്ന് ഇങ്ങനെ സിംഗിളായിട്ട് മാറിയിട്ടില്ല. ഇനീഷ്യലി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവ തമ്മിലൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അത്രയും തന്നെ എനർജി നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ ഫ്യൂഷൻ നടക്കുള്ളൂ. ഇത് രണ്ടും ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടല്ലോ, ശരിയല്ലേ? ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H12 ആണ്. ഇതും H12 ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ റേഡിയസ് 2 femtometer ആണ്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്ററിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് മെഷർ ചെയ്യുള്ളൂ. ഇതിൻ്റെ ചാർജ് അറിയാമല്ലോ, E ആണ്, പ്ലസ് E ആണ്. ഇതിൻ്റെ ചാർജ് പ്ലസ് E ആണ്. നമ്മൾ കൂളംസ് ലോ പ്രകാരം സെൻറ്ററിൽ നിന്നാണല്ലോ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പിയറിൻ്റെ റേഡിയസ് 2 femtometer ആണല്ലോ. 2 + 2 4 femtometer. The distance between them equal to 4 femtometer. F എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ് മീറ്റർ. അപ്പോൾ ഇവ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ശരിയല്ലേ? ഇവ തമ്മിൽ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ സിസ്റ്റത്തിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത്രയും തന്നെ എനർജി കൊടുത്താൽ മാത്രമേ ഫ്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജീനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ. കൂളംസ് റിപ്പിൾ, മനസ്സിലായല്ലോ? അതാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? അപ്പോൾ അത് കണ്ടുപിടിക്കണം, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. രണ്ട് ചാർജിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ, ഓർത്ത് നോക്കിയേ. 1/4πε0 Q1 Q2 /R, ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ? Q1 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് ഉണ്ട്. R എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചാർജിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ രണ്ട് ചാർജസിൻ്റെ കോൺഫിഗറേഷൻ കാരണം ഉണ്ടാവുന്ന എനർജി, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അതിന് രണ്ടിനും കൂടി ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/4πε0 എന്ന് പറഞ്ഞാൽ വാല്യൂ ഓർക്കുന്നുണ്ടല്ലോ, 9 × 10⁻9 ആണ്. ഇനി Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 അറിയാമല്ലോ. നമ്മൾ ആരാണ്? പ്രോട്ടോൺ ആണ്, ഡ്യൂട്ടീരിയം ആണ്, H12 ആണ്. H12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഒരു ന്യൂട്രോൺ ഉണ്ട്,
ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. 1h2 എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയത്തിൽ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് +E ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ ഞാൻ നോക്കുന്നില്ല. ഈ രണ്ട് പ്രോട്ടോൺ തമ്മിലുള്ളൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. Q1 എന്ന് പറഞ്ഞാൽ +E ആണ്. E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹. വീണ്ടും Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും E ആണ്. 1.6 × 10⁻⁻⁹ ഡിവൈഡ് ബൈ R. R എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ സെൻറ്ററിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അത് 4 femtometer ആണ്. 4 × 10⁻⁻15 ആണ്. ശരിയല്ലേ? ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. ദിസ് മച്ച് ജൂൾസ് വരും. ഓക്കെ, ദിസ് മച്ച് ജൂൾസ് വരും. വേണമെങ്കിൽ ജൂൾസിൽ എഴുതാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിൽ ആൻസർ എഴുതണമെങ്കിൽ ഈ ജൂൾസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? അറിയാമല്ലോ, 1 ഇലക്ട്രോൺ വോൾട്ട് എന്താണ്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾസ് ആണ്. അഥവാ 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിനെ ലെഫ്റ്റിലോട്ട് എടുത്താൽ മതി. 1 ജൂൾ എന്ന് പറഞ്ഞാൽ 1/1.6 × 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇത് ജൂളിലല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. 9 × 10⁻9 × 1.6 × 10⁻⁻19 into 1.6 × 10⁻⁻19 divided by 4 × 10⁻⁻15 into 1 joule is 1/1.6 × 10⁻⁻19 electron volt. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ 360 × 10⁻³ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. കാൽക്കുലേഷൻ പറയുന്നില്ല. ഓർ 360 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതാണ് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ.